ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മല്ലി, മല്ലി, മോളെ മല്ലി, കണ്ണു തുറമ്മ. മല്ലി, മല്ലി. നോക്ക്, രണ്ടുപേരോടും വ്യക്തമായിട്ട് ഞാനൊരു കാര്യം പറയാം. രാധിക മോൾ ഇവിടെ നിന്നിരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും രാധിക മോളെ ആവശ്യത്തിലധികം ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അവൾ ഇങ്ങോട്ട് വരുന്നത് വരുണിന്റെ ഭാര്യയായിട്ടായിരിക്കും. ഒരു കാരണവശാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും രാധികയ്ക്ക് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? അച്ഛാ, ചില നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ശുദ്ധികലശം നടക്കേണ്ടതായിട്ടുണ്ടല്ലോ. രാധികയുടെയും വരുണിന്റെയും വിവാഹം നടക്കുന്നതിന് മുമ്പ് അതിൽ വിയോജിപ്പുള്ളവര് ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോട്ടെ. അതാരായാലും. എന്താ സൂര്യ ഈ പറയുന്നേ? ഞങ്ങളിപ്പോ രാധികയെ ദ്രോഹിക്കുന്ന എന്ത് കാര്യം ചെയ്തു? ആറ്റുവാശ്ശേരിക്കാര് സംസാരിക്കാൻ വന്നപ്പോ അമ്മ ഒരു താല്പര്യവും കാണിച്ചില്ല. അമ്മയ്ക്കിതിൽ എതിർപ്പാണോന്ന് ഞങ്ങൾ ചോദിച്ചു. അമ്മ മറുപടി പറഞ്ഞില്ല. ഏട്ടത്തിക്ക് അത് സമ്മതാണെന്ന് പറഞ്ഞിരുന്നെങ്കിലേ അപ്പൊ തന്നെ ഞങ്ങളത് അവസാനിപ്പിക്കുമായിരുന്നില്ലേ? ഇനിയിപ്പോ ആ പ്രശ്നം തീർന്നല്ലോ. എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് രണ്ടുപേർക്കും മനസ്സിലായല്ലോ. അതെ, ഇവരുടെ എതിർപ്പുകളും തർക്കങ്ങളും തീർക്കാൻ നോക്കിയാല് അതിനെ സമയം കാണും. വിവാഹത്തിന് ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കാൻ നോക്ക്. സൂര്യ, വരുണിനും രാധികയ്ക്കുള്ള മുറിയൊരുക്കാൻ ആരെങ്കിലും പുറത്തുനിന്ന് വിളിക്കാന്നാ എനിക്ക് തോന്നുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ കൽപ്പനയും ചെറിയമ്മയും കൂടി ചെയ്തോളൂ. എന്താ കൽപ്പന? എനിക്ക് വിരോധമൊന്നുമില്ല. ചെറിയമ്മയ്ക്കോ? എനിക്കും വിരോധമില്ല. നന്നായടാ. സത്യത്തിൽ അത് തന്നെയാ അവർക്ക് രണ്ടുപേർക്കുള്ള ശിക്ഷ. മുടക്കാൻ നോക്കിയ കല്യാണത്തിന് മണിയറ ഒരുക്കുന്നതിന്റെ ചുമതല. ഒരു തെറ്റിൽ നിന്ന് ഒരു ശരിയിലേക്ക് സഞ്ചരിച്ച സുഖം, അതാ ഇപ്പൊ മനസ്സിന് തോന്നുന്നത്. അതിനിടയിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്നത് മാത്രമേ ഒരു വേദനയായിട്ട് ബാക്കി കിടക്കുന്നുള്ളൂ. എല്ലാവരും അത് മറക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം. അവനൊരിക്കലും ഇഷ്ടപ്പെടാത്ത പെൺകുട്ടിയെ അവനോട് സ്നേഹിക്കാൻ പറഞ്ഞ് കുറെ നിർബന്ധിച്ചു, കുറെ ബഹളവും വെച്ചു. ഒരു കാര്യമില്ലായിരുന്നു. ഇനിയെങ്കിലും അവൻ സമാധാനത്തോടെ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ട് ജീവിക്കട്ടെ. ശ്വേത, എന്തൊക്കെയാണ് നിങ്ങളുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ? പറയ്. പ്രിയങ്കയുടെ കൊലപാതകത്തിന്റെ നിർണായകമായ ചില വിവരങ്ങൾ കണ്ടെത്താൻ ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കൂ. പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ആളുകൾ നമുക്ക് തന്നിരിക്കുന്ന മൊഴി, പ്രിയങ്കയെ അവർ ബസ് സ്റ്റാൻഡിന് മുന്നിലായി ഇറക്കി വിട്ടുവെന്നാ. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ലെന്നുവാ പറയുന്നത്. കിട്ടിയ തെളിവുകൾ അനുസരിച്ച് അവര് പറഞ്ഞ കാര്യങ്ങൾ സത്യങ്ങൾ തന്നെ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ നീക്കം? മാം, പ്രിയങ്കയുടെ ആളുകള് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന്റെ സഞ്ചാരം കേന്ദ്രീകരിച്ച് ഞങ്ങൾ വിവിധ റോഡുകളിലുള്ള CCTV പരിശോധിച്ചു. അതനുസരിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് അവര് പ്രിയങ്കയെ ഇറക്കി വിട്ടു എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു.
അവരുടെ വണ്ടി പ്രിയങ്കയെ ഇറക്കി വിട്ടതിന് ശേഷം മറ്റൊരു വണ്ടിയിൽ വന്ന ആളുകൾ പ്രിയങ്കയെ ആ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. അതിന്റെയും CCTV ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗുഡ്. നിങ്ങൾ വാഹനത്തിൽ ഫോളോ ചെയ്തില്ലേ? ശ്രമിച്ചു മാഡം. പക്ഷെ സമീപ പ്രദേശത്തെ CCTV ഉള്ള സ്ഥലത്തു നിന്നും ആ വാഹനത്തിന്റെ സഞ്ചാരം കണ്ടുപിടിക്കാനായില്ല. മാം, ആ പ്രദേശത്തെക്കുറിച്ചും അവിടുന്ന് പ്രിയങ്കയെ കൊണ്ടുപോയ സ്ഥലത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ അവർക്കുണ്ട്. ആ, ഒരുപക്ഷെ പുറകിൽ ഒരു ബുദ്ധികേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന്റെ സഞ്ചാരം കണ്ടുപിടിക്കാൻ നമുക്കായെന്ന് വരില്ല. ആ ബുദ്ധികേന്ദ്രം കണിമംഗലം ചന്ദ്രശേഖരനായിരിക്കാം, അല്ലെങ്കിൽ CA ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചായിരിക്കാം, അല്ലേ? യെസ് മാം. പ്രമോദ്, ചന്ദ്രശേഖരനും CAയ്ക്കും സ്ട്രോങ് അല്ലാത്ത ഒരു എവിഡൻസുമായി സഞ്ചരിക്കാനാവില്ല. ഇറ്റ് മസ്റ്റ് ബി ക്രിസ്റ്റൽ ക്ലിയർ. കോടതിയിൽ ഒരിക്കൽ നമ്മൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ അത് വെറുതെ ആകാൻ പാടില്ല. സോ സംഘടിപ്പിക്കാൻ പറ്റുന്ന തെളിവുകൾ മുഴുവൻ നമ്മൾ സംഘടിപ്പിക്കണം. പ്രിയങ്കയെ അവർ പിക്ക് ചെയ്ത സ്ഥലം, പ്രിയങ്ക മരിച്ചു കിടന്ന സ്ഥലം, ഇതിനിടയിലുള്ള ദൂരമാണ്, അതിന്റെ വ്യക്തതയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ പ്രിപ്പയർ ഫോർ ദാറ്റ്. എത്രയും വേഗം നമുക്കത് കണ്ടെത്താനാവുന്ന വിശ്വാസമുണ്ട് മാഡം. അടുത്ത ടീം മീറ്റിംഗില് വെറും വിശ്വാസം പോരാ, ഉറച്ച വിശ്വാസം തന്നെ വേണം. ഓക്കേ? ആ നാടോടി സംഘം അത് നമുക്ക് വളരെ നിർണായകമാണ്. അവരെ നമുക്ക് കണ്ടെത്തിയേ പറ്റൂ മാഡം. ஏய், இது யாருக்கடி? உனக்கு இங்க இருந்து சாப்பிட கூடாதா? இது என்னோட பொண்ணுக்கு. அவளோட உடம்பும் மனமும் சரியில்ல, அங்க படுத்திருக்கு. பைத்தியக்காரி, அவ பொண்ணு இறந்து போச்சு. அதுவும் தெரியாம அவ பொண்ணு பொண்ணுன்னு சொல்லி நடக்குது. பொண்ணு இறந்து போச்சுன்னு யாருக்கும் அவகிட்ட சொல்ல முடியாது. മല്ലി, മല്ലി, മോളെ മല്ലി, കണ്ണു തുറമ്മ. മല്ലി, മല്ലി. எவ்வளவு நேரமா தூங்குறது? சாப்பிட வேண்டாமா? എനിക്ക് ഇനിയും ഉറങ്ങണം. നല്ല ക്ഷീണം. சாப்பிட்டுட்டு தூங்கம்மா.